അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 2025-26 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരിക്ക് ശരി നൽകാം. ഇവിടെയുള്ള ചോദ്യങ്ങളിലേക്ക് ശരിയായ ഭാഗം ഏതാണോ അതിലേക്ക് ശരിയെന്ന് അടയാളപ്പെടുത്തണം. നമുക്ക് നോക്കാം. ചോദ്യം 1. വലിയ അശുദ്ധിയുടെ കാരണം. ഇവിടെ കുളി, പ്രസവിക്കുക, വുളു ഇല്ലാതിരിക്കൽ. ഇതിൽ നിന്ന് ഏതാണോ ശരി? പ്രസവിക്കുക എന്നുള്ളതാണ് ശരി. വലിയ അശുദ്ധിയുടെ കാരണം പ്രസവിക്കുക. 2. ചുരുങ്ങിയ നിഫാസ്, അല്പസമയം. ചുരുങ്ങിയ നിഫാസ്, അല്പസമയം. ചോദ്യം 3. ഹൈള് ഉണ്ടാകുന്ന ഏകദേശ വയസ്സ് 9. ഹൈളുണ്ടാകുന്ന ഏകദേശ വയസ്സ് 9. വുളുവിൻ്റെ ഫർളുകൾ 6. വുളുവിൻ്റെ ഫർളുകൾ 6. ചോദ്യം 5. വുളുവിൻ്റെ നിയ്യത്ത് പറയൽ സുന്നത്താണ്. വുളുവിൻ്റെ നിയ്യത്ത് പറയൽ സുന്നത്താണ്. 6. ശൗചം ചെയ്യൽ ഹറാമായ വസ്തു. എല്ല്. ശൗചം ചെയ്യൽ ഹറാമായ വസ്തു എല്ല്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. ഉത്തരം: മുസ്ലിമാവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, ഹൈള്, നിഫാസി എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ചോദ്യം 2. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഉത്തരം: 15 വയസ്സ് പൂർത്തിയാവുക, മനിയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ചോദ്യം 3. തഹൂറായ വെള്ളം. അതിൻ്റെ ഉദാഹരണമാണ് എഴുതേണ്ടത്. ഉത്തരം: മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയ. ചോദ്യം 4. ത്വാഹിറായ വെള്ളം. അതിൻ്റെ ഉദാഹരണമാണ് എഴുതേണ്ടത്. ഉത്തരം: തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. നജസായ വെള്ളം. നജസായ വെള്ളം എന്നാൽ എന്താണ്? വ്യക്തമാക്കാം. ഉത്തരം: സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. ഉദാഹരണം: മൂത്രം, ലഹരി ദ്രാവകങ്ങൾ. ചോദ്യം 2. മുസ്തഅമൽ. മുസ്തഅമൽ എന്നാൽ എന്താണ്? ഉത്തരം: ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയൽ എന്താണ്? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന്. മൂന്നാമത്തെ ചോദ്യം കുളി. കുളി എന്നാൽ എന്താണ്? ഉത്തരം: നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ചോദ്യം 4. തെരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. അതിൽ നിന്ന് ഏതാണോ താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് അനുയോജ്യമായത് അഥവാ യോജിച്ചത്, ശരിയായത്, അതിനെ എടുത്തെഴുതണം. നമുക്ക് നോക്കാം. മുത്തവസ്സിത്ത്. മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ മുത്തവസ്സിത്ത് ഏതെല്ലാമാണ്? രക്തം, ജലം,
ലഹരി ദ്രാവകങ്ങൾ, മദി ഇവയെല്ലാം മുത്തവസ്സിത്തായതാണ്. രണ്ടാമത്തത് മുഗല്ലൽ. മുഗല്ലൽ ഏതെല്ലാമാണ്? നായ, പന്നി ഇവ മുഗല്ലലാണ്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം തെറ്റുകൾ ശരിയാക്കി എഴുതാം. തെറ്റുകൾ ശരിയാക്കി എഴുതാം. ചോദ്യം 1. ബാങ്ക് വിളിക്കാൻ വുളൂ നിർബന്ധമാണ്. ഇതിനെ ശരിയാക്കി എഴുതേണ്ടത് എങ്ങനെയാണ്? ബാങ്ക് വിളിക്കാൻ വുളൂ സുന്നത്താണ്. ബാങ്ക് വിളിക്കാൻ വുളൂ സുന്നത്താണ്. ചോദ്യം 2. വുളൂഇന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്: കുളിക്ക് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. കുളിക്ക് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. ചോദ്യം 3. തല അല്പം തടവൽ വുളൂഇന് സുന്നത്താണ്. അതിൻ്റെ ശരിയായ ഭാഗം ഇങ്ങനെയാണ്: തല അല്പം തടവൽ വുളൂഇന് ഫർളാണ്. തല അല്പം തടവൽ വുളൂഇന് ഫർളാണ്. ചോദ്യം 4. ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ കറാഹത്തായ വസ്തുവാണ്. അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്: ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവാണ്. ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവാണ്. ആറാമത്തെ ഭാഗം, ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. എപ്പോഴാണിത്? ഉത്തരം: നജസ് ഉണങ്ങിയതാണെങ്കിൽ. നജസ് ഉണങ്ങിയതാണെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. ചോദ്യം 2. മുഖഫഫായ നജസ് ഏതാണ്? മുഖഫഫായ നജസ് ഏതാണ്? ഉത്തരം: 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫായ നജസാണ്. ചോദ്യം 3. നായ, പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോല് ശുദ്ധിയാകും എങ്ങനെ? നായ, പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോല് ശുദ്ധിയാകും എങ്ങനെ? ഉത്തരം: ഊറക്കിടൽ കൊണ്ട്. ഊറക്കിടൽ കൊണ്ട് നായ, പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോല് ശുദ്ധിയാകുന്നതാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.